മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ലക്ഷ്യം ശക്തമാണെങ്കിൽ എത്ര തടസ്സങ്ങളുണ്ടായാലും മാർഗം തെളിയും. മുന്നോട്ടു പോകാനുള്ള ധൈര്യം മാത്രം ഉണ്ടായാൽ മതി. 1000 ആളുകൾ തളർത്താൻ ഉണ്ടായാലും തളരില്ല എന്നുള്ള മനസ്സുണ്ടെങ്കിൽ എന്നും വിജയം നിങ്ങളോടൊപ്പമുണ്ടാകും. കൈകൂപ്പി നിൽക്കുന്നവരെല്ലാം ആജ്ഞാനുവർത്തികളോ അടിമകളോ ആണെന്ന് കരുതുന്നത് തെറ്റാണ്. കാര്യം കാണുന്നതിനോ കലഹം ഒഴിവാക്കുന്നതിനോ ഉള്ള താൽക്കാലിക തന്ത്രം മാത്രമായിരിക്കുമത്. ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് തെറ്റു ചെയ്തവരല്ല, നല്ല ചിന്തയോടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ്. ഭക്തരെ, ചില വേദനകൾ മനസ്സിന് താങ്ങാനും കഴിയില്ല, ആരോടും പറയാനും പറ്റില്ല. പറഞ്ഞാലും എല്ലാവർക്കും മനസ്സിലാകണമെന്നുമില്ല. നിങ്ങളുടെ ബന്ധുക്കളെ ആശ്രയിക്കാതിരിക്കുക. കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതരും ദുർബലരുമാക്കുന്നു. 1000 വട്ടം ഉറക്കെ വിളിച്ചു പറഞ്ഞാലും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുന്ന സത്യത്തേക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പതുക്കെ പറയുന്ന കള്ളത്തരങ്ങളായിരിക്കും. ഭക്തരെ, ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു. പക്ഷേ എപ്പോഴും നിങ്ങൾ അടഞ്ഞ വാതിലിനു മുന്നിൽ മാത്രം നിൽക്കുമ്പോൾ നിങ്ങൾക്കായി തുറന്ന മറ്റനേകം വാതിലുകൾ കാണാതെ പോകുന്നു. വെളിച്ചത്തിലൂടെ നടന്നാലും ചിലപ്പോൾ വഴി തെറ്റിയേക്കാം, വീണുപോയെന്നും വരാം. ഓരോ വഴിതെറ്റലും ഓരോ വീഴ്ചയും നിങ്ങളെ കൂടുതൽ വിവേകമുള്ളവരും തിരിച്ചറിവുള്ളവരുമാക്കുന്നു. തെറ്റിൽ നിന്നല്ലാതെ ഒന്നും പഠിക്കാനാവില്ല. ഭക്തരെ, നിങ്ങളെ തോൽപ്പിക്കാനും ജയിപ്പിക്കാനും കഴിവുള്ള ഒരാൾ മാത്രമേ ഈ ലോകത്തുള്ളൂ. അറിയുക, അത് നിങ്ങൾ മാത്രമാണ്. ഇല്ല എന്ന് പറയാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരി എപ്പോഴും ദുർബലമായിരിക്കും. ഭക്തരെ, സ്നേഹം വിളമ്പിക്കൊടുക്കുക, പക്ഷേ വാരിക്കൊടുക്കരുത്. ഉണ്ടു നിറഞ്ഞാൽ പിന്നെ കഴിക്കുന്നവർ മടുത്തു തുടങ്ങിയെന്ന് വരും. സ്നേഹബന്ധങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചെന്നിരിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും. ഭക്തരെ, 1000 പേർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും അപമാനിച്ചാലും പരിഹസിച്ചാലും തളരരുത്. നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അന്തിമ വിജയം നിങ്ങളുടേത് മാത്രമായിരിക്കും. 2 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. 1. സഹായിച്ചവരെ മറക്കാതിരിക്കുക. മറ്റൊന്ന്, വിശ്വസിച്ചവരെ വഞ്ചിക്കാതിരിക്കുക. മനസ്സിനേറ്റ ചില മുറിവുകൾ കാലത്തിനു മായ്ക്കാൻ പറ്റുമെന്ന് പറയുന്നത് വെറുതെയാണ്. ചില വേദനകൾ, ചില വേർപാടുകൾ, ചില അപമാനങ്ങൾ, ചില ഒഴിവാക്കലുകൾ മറന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനേ കഴിയൂ. മരിക്കുന്നതുവരെ അതങ്ങനെ മനസ്സിൽ നീറി നീറി കഴിയും. ഭക്തരെ, ഇത് ജീവിതമാണ്. ജനങ്ങൾ പല വിധത്തിലുണ്ട്. ചിലരുടെ സാന്നിധ്യം നിങ്ങളുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു. മറ്റു ചിലരാകട്ടെ നിങ്ങളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തിക്കളയും. മനസ്സിൽ നന്മ മാത്രം സൂക്ഷിക്കുന്നവർ പലപ്പോഴും പറ്റിക്കപ്പെടും. പലർക്കു മുന്നിലും തല കുനിക്കേണ്ടി വന്നേക്കാം, പക്ഷേ അവരൊരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടില്ല. സ്വയം പ്രചോദിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എത്ര ശക്തനാണെങ്കിലും ഉള്ളതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരും. നിങ്ങൾ വീണു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിച്ചോ എന്നുള്ളതല്ല, നിങ്ങൾ എഴുന്നേൽക്കുമോ എന്നുള്ളതാണ് മുന്നോട്ടുള്ള യാത്രയെ നിർണയിക്കുന്നത്. എല്ലാ കാലവും നിങ്ങൾക്ക് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തിയും സന്തോഷിപ്പിച്ചും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളായി തന്നെ ജീവിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വാക്കുകൊണ്ട് പറയുന്നവരെ
വിശ്വസിക്കരുത്. ആ സ്നേഹം അവരുടെ പ്രവർത്തികളിൽ കൂടി ഉണ്ടെങ്കിലേ അവരെ വിശ്വസിക്കാവൂ. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിക്കുക. ജീവിതം കുറെ കൂടി ഭാരമില്ലാതെ മുന്നേറും. മറ്റുള്ളവരെ പോലെയാകാൻ ശ്രമിക്കുക എന്നതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തം. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.